ഡോക്ടർ മോഹൻ വർഗീസ്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനുള്ളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ പഞ്ചായത്തുകളിലോ വാർഡുകളിലോ നഗരസഭാ കൗൺസിലുകളിലോ ഒക്കെ വ്യക്തിബന്ധങ്ങൾ, ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് ഫലമായി അല്ലെങ്കിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഇടതിന് മേൽക്കോയ്മയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് സംവിധാനമായി നമുക്ക് കാണേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. വിവാദങ്ങൾ ഒരുപാട് വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. വരാനിരിക്കുന്നത് ഫൈനലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞത് നാളെ അറിയാൻ പോകുന്നത് സെമി ഫൈനലിലെ വിജയികളെയോ? തീർച്ചയായും ശ്രീകൃഷ്ണരാജ്, സെമി ഫൈനൽ എന്ന ഒരു ഗ്രാൻഡ് ഫിനാലേക്ക് മുൻപുള്ള സെമി ഫൈനൽ എന്ന ഒരു ഉദ്വേഗം മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഈ ഒരു ഡിബേറ്റിൽ 1.5 മണിക്കൂർ ഡിബേറ്റിൽ അസസ് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ചിത്രമാണ്. കേരളത്തിൻ്റെ ഒരു സമഗ്ര രാഷ്ട്രീയ ചിത്രം കോറിയിടാൻ തക്ക ഒരു വിധിയാണോ വരുന്നത്? അത് നാളുകളിലേക്ക് നടക്കേണ്ട വൻപൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലായി മാറുമോ? ഇവിടെ ഗ്രാമപഞ്ചായത്തുകളെക്കുറിച്ച് പറഞ്ഞത് കറക്റ്റാണ്, ശരിയാണ്, പൂർണ്ണമായും ശരിയാണ്. ഇവിടെ വ്യക്തിബന്ധങ്ങൾ, ലോക്കൽ ഫാക്ടേഴ്സ്, പ്രാദേശികമായ ചില വികസന വാഗ്ദാനങ്ങൾ ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ഒരു വിലയിരുത്തൽ, ഇതെല്ലാം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമായി കാണാനാവില്ല. ഒരുപക്ഷെ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ത്രിതല പഞ്ചായത്തിലെ താഴെത്തട്ടിൽ എങ്കിലും ഗ്രാസ് റൂട്ട് ലെവൽ വിഷയങ്ങൾ സമഗ്രമായി പരിശോധിക്കപ്പെടണം. അതൊരുപക്ഷെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മുടെ പ്രധാന ചിന്താ വിഷയം കേരളം എങ്ങനെ ചിന്തിക്കുന്നു, മാറി ചിന്തിക്കുന്നു. പൊതുവെ ഇടതു ജനാധിപത്യ മുന്നണിക്ക് മേധാവിത്വമുള്ള ഒരു പഞ്ചായത്ത് സ്ട്രക്ചറാണ് കാണുന്നത്. 2010 എന്ന വർഷം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് വർഷങ്ങളിലൊക്കെ സാധാരണ ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഏതാണ്ട് സമാനമായ രീതിയാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ കുറച്ചുകൂടി രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ്. ഇവിടെ വ്യക്തി ബന്ധങ്ങളെക്കാൾ കൂടുതൽ ലാർജർ ഡിവിഷൻസ് ആണ്, ലാർജർ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അതുകൊണ്ട് കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ രാഷ്ട്രീയമായ പോരാട്ടം. അതിൽ തന്നെ ചില ജില്ലകൾക്ക് ഒരു ചുവപ്പ് നിറം അല്ലെങ്കിൽ ഇടത് സ്വഭാവം, മറ്റ് ചില മലപ്പുറം പോലെയുള്ള ജില്ലകൾക്ക് ഒരു UDF മുസ്ലിം ലീഗ് സ്വഭാവം, അതൊക്കെ പരമ്പരാഗതമായിട്ട് ഉള്ളത് തന്നെയാണ്. അതിനകത്ത് ഈ അമേരിക്കയിലേക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ചില സ്വിംഗ് സ്റ്റേറ്റുകളുണ്ട്, അല്ലെങ്കിൽ സ്വിംഗ് ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് പത്തനംതിട്ട, കോട്ടയം, അങ്ങനെയൊക്കെയുള്ള സ്വിംഗ് ഡിസ്ട്രിക്റ്റുകളുണ്ട്. അവിടെയൊക്കെ മാറ്റം വരും. തിരുവനന്തപുരം, ആലപ്പുഴ, പിന്നെ കൊല്ലം ഒക്കെ പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിലെ മേധാവിത്വം കാണുന്ന ഇടങ്ങളാണ്. പക്ഷേ പത്തനംതിട്ട മാറിയും മറിഞ്ഞും വരും, കോട്ടയത്തും അങ്ങനെ മാറിയും മറിഞ്ഞും വരുന്നതാണ്. ഇടുക്കിക്കും അതേ സ്വഭാവമാണ്. എറണാകുളം UDF ജില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിൽ മാറ്റം വരുമോ എന്നത് മാത്രമാണ് ഇപ്പോൾ നോക്കേണ്ടത്. മലപ്പുറത്തെ കാര്യത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. അവിടെ UDF തന്നെ ആയിരിക്കുമെന്ന എക്കാലത്തും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ അല്ല എങ്കിൽ മാത്രമേ അതിനെ അട്ടിമറി എന്ന് വിചാരിക്കാൻ പറ്റൂ. തൃശ്ശൂർ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാവുന്ന ഒരു ജില്ല എന്ന നിലയിലും പാലക്കാട് ഇടത് സ്വഭാവം ജില്ലാ പഞ്ചായത്തിൽ നിലനിർത്തുകയും കോഴിക്കോട് ഉൾപ്പെടെ ഇടത് സ്വഭാവം നിലനിർത്തുകയും കണ്ണൂറും അതേ സ്വഭാവമാണ്. ഒരുപക്ഷെ കാസർഗോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാവുന്ന ഒരുപക്ഷെ തൂക്കസഭ, ഈ രീതിയിൽ തന്നെയൊക്കെ തന്നെയാണ് അന്തിമ നിമിഷത്തിലെ ചിത്രം, ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിലെ ചിത്രം. അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രധാനമായ കാതലായ 2-3 വിഷയങ്ങൾ, അതിൽ വൈകാരിക സ്വഭാവമുള്ള ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം, അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നടിയെ ആക്രമിച്ച കേസ്, അതിൽ വിധി വന്നു, അതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ, വേണ്ട രീതിയിൽ ലഭിച്ചോ, അതിനൊക്കെ വാർത്താ പ്രാധാന്യം ലഭിച്ചു. അതേക്കുറിച്ച് UDF നേതാക്കൾ ഒക്കെ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദ വിഷയമായി. ലാസ്റ്റ് മിനിറ്റിൽ അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ എന്ന ഒരു ചിന്ത LDF-നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈകാരിക വിഷയമായി വന്നത് സ്ത്രീ വിഷയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പരാതികൾ, അതിൻ്റെ അന്വേഷണം, നാൾവഴികൾ, അദ്ദേഹത്തിന് ലഭിച്ച ജാമ്യം അല്ലെങ്കിൽ അറസ്റ്റില്ല ഉത്തരവ്, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് ബാധിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വം ഡിവൈഡഡ് ആണോ? അതിലേക്കൊക്കെ വരേണ്ടതുണ്ട്. പക്ഷേ ഈ പതിവ് സ്വഭാവം കഴിഞ്ഞ തവണ തെറ്റുന്നത് നമ്മൾ കണ്ടു. അതായത് LDF-ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ ഉണ്ടാകുന്നു. അതേ മേൽക്കോയ്മ നിയമസഭയിലേക്കും അവർക്ക് തുടരാനാകുന്നു. ആ സാഹചര്യം, ആ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ വേറെയാണ്, ശരി തന്നെ. പക്ഷേ അങ്ങനെ ഒരു കരുതൽ
ഈ മൂന്ന് മുന്നണികളുടെയും നെഞ്ചിടിപ്പേറ്റുന്നുണ്ടോ എന്നാണ്, പ്രത്യേകിച്ച് രണ്ട് മുന്നണികൾ LDF UDF. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ ഇറ്റ് വാസ് എൻ അബിറേഷൻ ഓഫ് ദ ടൈംസ് ശ്രീകൃഷ്ണരാജ്. അതായത് 2020 ആണ്ടിൽ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ജനം കയറി വരികയാണ്. അവിടെ നോക്കൂ, ഇടതുപക്ഷ മുന്നണിക്കൊരു ഒരു സംവിധാനമുണ്ട്. അല്ല എങ്കിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ പൊതു DNA എന്ന് പറയുന്നത് തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഏത് തെറ്റ് ചെയ്താലും അതിനെ ശരിയാക്കി മാറ്റാനും ന്യായീകരിക്കാനുമുള്ള ശക്തമായ സംവിധാനമുണ്ട്, ഒന്ന്. രണ്ട്, ചെയ്യുന്ന ശരികളെ ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ തക്ക ഒരു പ്രചരണ സംവിധാനമുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു മഹാമാരിയുടെ അന്തരീക്ഷത്തിൽ കേരളത്തെ സംരക്ഷിച്ച് നിർത്തിയ ധീരനായ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി, അതുപോലെ ശക്തയായ ആരോഗ്യമന്ത്രി, ഈ പ്രതിച്ഛായയിൽ ജനങ്ങൾ വെള്ളപ്പൊക്കമാകട്ടെ, പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, കോവിഡ് ആകട്ടെ, മഹാമാരികളാകട്ടെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എത്ര വിവാദങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി ചെന്നുപെട്ടത്, കുടുംബം ചെന്നുപെട്ടത്. ആ ശക്തിയായ ആരോഗ്യമന്ത്രി ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടിനാണ് വടകരയിൽ തോറ്റത്. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ മാറിക്കഴിഞ്ഞു എന്നല്ലേ? വടകര പൂർണ്ണമായി മാറി, ആ രാഷ്ട്രീയ സാഹചര്യം മാറി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അലയൊലികൾ പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ലായിരുന്നു. കോവിഡിൻ്റെ ആലസ്യം അപ്പോഴും ഉണ്ടായിരുന്നു. ക്ഷേമ പദ്ധതികൾ, കിറ്റ്, പെൻഷൻ മുതലായ കാര്യങ്ങൾ. ഇപ്പോഴും കിറ്റില്ല എങ്കിൽ പോലും പെൻഷൻ എന്നതൊരു വജ്രായുധമാണ്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഇൻകംബൻസി അഡ്വാൻറ്റേജായ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണരാജ്. അത് ഇടതുപക്ഷം സാമാന്യം നല്ല ഹോംവർക്ക് നടത്തി. എത്രയെല്ലാം വിമർശിച്ചാലും ശരി, ക്ഷേമ പദ്ധതികൾ വലിയ തോതിൽ ഇൻ ദ നിക്ക് ഓഫ് ടൈം, അത് നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികളുടെ വൻപൻ പ്രഖ്യാപനം. അതിന് മുൻപ് തന്നെ രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കുന്നു, ശബരിമല സംഗമം, ആഗോള സംഗമം ഒരുക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരു ഇൻകംബന്റിന്, ഭരണകൂടത്തിന് ലഭിക്കാവുന്ന എല്ലാ പ്രൊറോഗറ്റീവും അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം അത് ചെയ്തു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഒരു ഇടുത്തി പോലെ വരുന്നത്. അതുകൊണ്ടാണ് നറേറ്റീവ് മാറി. അപ്പൊ ഇടതുപക്ഷം സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ആ അജണ്ടയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് അവസാനം വരെ മുന്നേറാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണപ്പാളി